ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊന്നും വേണ്ട കേട്ടോ. മിക്സിയിൽ നനവൊന്നും ഇല്ലാത്തൊരു മിക്സിയിലേക്ക് ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഞാൻ സിമ്പിളായിട്ട് എന്താ പറയുക, ഒരു ചെറിയ രീതിയിലുള്ള സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. സ്നാക്കല്ല, ബ്രെഡ് കൊണ്ടിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നൊരു പിസ്സ ആണ്. അപ്പോൾ 2 മുട്ട വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക, കൂടിപ്പോണ്ട. പിന്നെ ഇതാ ഒരു 3 ടേബിൾ സ്പൂണ് പാല്. ഇത്രയും മതി, നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ട, ഇത് ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഫുഡാണ്. പിന്നെ ഇതൊരു 1/4 ടീസ്പൂണ് ഗരം മസാല. ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ ഒരു 4-5 പീസ് ബ്രെഡ് എടുക്കാം നമുക്ക്. എന്നിട്ട് ഇതിൻ്റെ 4 അരികും ഇങ്ങനെ പോക്കാം. അത് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ബ്രെഡ് അരികൊക്കെ കളഞ്ഞതുപോലെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാകം ചെയ്തെടുക്കാം, കാണിച്ചു തരാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ എടുത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ചെറിയ തീ കേട്ടോ, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ, കരിഞ്ഞു പോരുത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ കഷ്ണമല്ലേ, ഇതുപോലെ നമ്മൾ അടിച്ച് വെച്ച കൂട്ടിൽ മുക്കിയിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഇത് മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കലക്കി വെച്ച മാവ് ബാക്കി വന്നതിൻ്റെ മേലെ അങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്ന് അടച്ചു വെക്കാൻ. അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ തീരെ, എന്താ പറയുക, മീഡിയം ഫ്ലെയിമല്ല, അത്രയും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടുപ്പ് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് മറിച്ചിടാം. ചെറിയ തീയിലാണ് ഇത് പൊട്ടിപ്പോകാതെ മറിച്ചിടണം. നോക്കുക. ശരി, നന്നായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം, മയനൈസ് ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയനൈസാണ്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കുക. നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഫുഡാണല്ലോ, അപ്പോൾ അത് കുറച്ച് ഹെൽത്തി ആയതും എന്താ പറയുക, നമുക്കൊരു സേഫ് ആയതും കൂടി ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. കുറച്ച് ക്യാരറ്റ് വതിരി കൊടുക്കുക, ചെറുതായി മുറിച്ചിട്ട്. കുറച്ച് ക്യാപ്സിക്കം നിങ്ങൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിക്കുക. വട്ടത്തിലരിയാണെങ്കിലൊക്കെ കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷെ നമുക്ക് കഴിക്കാനല്ലേ, അപ്പോൾ ഇതാണ് ടേസ്റ്റ്. ചെറുതായി മുറിച്ചിട്ടത്. അപ്പോൾ ഇതും കിട്ടിയെടുക്കുക. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചീസും കൂടെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീസ് നിങ്ങളുടെ കയ്യിൽ ഇനി ഇല്ലാന്ന് വിചാരിക്കുക, എന്നാലും ഇത് ഉണ്ടാക്കാൻ മടിക്കണ്ട, ചീസ് ഇല്ലാതെ ഉണ്ടാക്കാം. അപ്പോൾ ചീസ് കൂടി ഉണ്ടാക്കി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ചെറിയ തീയിൽ അടച്ചു വെക്കാം. നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. ഞാൻ തീ ഓഫ് ചെയ്തേനെ കേട്ടോ. നമ്മളെ ചീസൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ചെറിയ പിസിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ബ്രെഡ് കൊണ്ടുവന്ന് തീർന്നു വരും, അതുകൊണ്ട് കുറച്ച് ബ്രെഡ് ഉപയോഗിച്ച് ചെയ്താണ്. ഞങ്ങൾക്ക് ബ്രെഡൊക്കെ കയ്യിലുള്ളവരെ വലിയ ഇതൊക്കെ ഉണ്ടാക്കാം. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനും ടിഫിൻ ബോക്സിൽ വെക്കാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണിത്. നമ്മൾ ഉണ്ടാക്കിയ ബ്രെഡിൻ്റെ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്താ പറയുക, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഏറ്റവും സമയം കുറവ് മതി. കുട്ടികൾ വരുമ്പോഴേക്ക് നമ്മളെന്താ ചായ തിളയ്ക്കുമ്പോഴേക്ക് ഉണ്ടാക്കുന്ന ഒരു കടിയാണിത്. അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്ന് മുറിച്ച് നോക്കേ. ടേസ്റ്റിന് ഒരു ഇതുമില്ല, നല്ല ടേസ്റ്റാണ്. കഴിച്ച് നോക്കിയാൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും, പിന്നെന്താ നമുക്ക് വലിയവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ഐറ്റമാണ്. നന്നായിട്ടുണ്ടല്ലേ.